ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞാനിനി ഒരു പുതിയ പരീക്ഷണമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് ടാക്കോ. കണ്ടിട്ട് അടിപൊളിയായിട്ടില്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്, പക്ഷേ സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലെടുക്കുന്നുണ്ട്. പാലൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട്. ഇളം ചൂട് മതി. നമ്മൾ പിസ്സയുടെ ഡോ തയ്യാറാക്കിയില്ലേ, സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ഈ കുബൂസിന് നമ്മൾ തയ്യാറാക്കണത്. കുറച്ച് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കതിനെ റെസ്റ്റ് ചെയ്ത് അതൊന്ന് പുളിച്ച് വരാനുള്ള ടൈം കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ മൈദാ മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പാലും ഒഴിച്ച് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇന്നലെ ഞാൻ ആക്ച്വലി പിസ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ഇതേപോലെ തന്നെയായിരുന്നു നമ്മളതിനും അതിൻ്റെ ആ മാവ് പ്രിപ്പയർ ചെയ്തത്. ആ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കാം. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പാലൊഴിക്കരുത് കേട്ടോ. അപ്പോൾ കുഴച്ച് ഈ ഒരു ഇതിലാക്കിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് കുറച്ച് ഒലീവ് ഓയിലും കൂടി ആ ഒരു മാവിന് മേലെ ഒന്ന് തടവി കൊടുത്ത് ആ പാത്രത്തിലും കൂടി കുറച്ച് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു 2-3 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 3 hours മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരു പരം. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അതിനുശേഷം ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടി ഈ മാവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാകത്തിന്. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി നമ്മൾ പരത്തണ സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് വലുതായിട്ട് തന്നെയാണ് കേട്ടോ പരത്തണത്, കാരണം നമുക്കിതിന്ന് പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റൗണ്ടിൽ പരത്തിയെടുത്തിട്ടേ ഒരടപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് മീഡിയം വലിപ്പമുള്ള അടപ്പ് എടുക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ കുറേ ഫില്ലിങ്സ് വരാനുണ്ട്. അപ്പം അത് ക്യാരി ചെയ്യാൻ പാകത്തിനുള്ള കുബൂസ് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലുള്ള അടപ്പെടുത്താൽ നന്നായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു റൗണ്ടിൽ നിന്ന് 3 pieces വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ജസ്റ്റ് പരത്തി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പീസസൊക്കെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത്, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസസിൽ കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഈ ചപ്പാത്തി പരത്തുന്ന സ്റ്റിക്ക് കൊണ്ട് അതിനെ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ? അപ്പോൾ ജസ്റ്റ് രണ്ടായിട്ട് മടക്കി ഇതിനെ ഇങ്ങനെ പലകയിൽ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ആവിക്ക് വേവിക്കണം. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട്. പിന്നെ ഞാൻ ഈ അലൂമിനിയം ഫോയിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ആ ഒരു പരത്തിയതൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 to 15 മിനിറ്റ്സ് മാത്രം മതി. അതിനുള്ളിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. ഞാൻ വെന്തതൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത്ര നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇതിനെ നമുക്ക് കിട്ടണത്. നമ്മൾ കാരണം കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണല്ലോ ഇത് എടുത്തത്, അതുകൊണ്ട്. അങ്ങനെ നമ്മൾ അതവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ക്യൂക്കുംബർ, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ നമ്മുടെ ക്യാബേജ് എടുക്കുന്നത്, പിന്നെ ലെറ്റസിൻ്റെ ലീഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി നല്ലതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ പച്ചക്കറികൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യണില്ല, നമ്മൾ ആവിയിൽ ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് വൈസും ഇത് നല്ലതാണ്. ഇപ്പം നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൽ മയോണൈസൊക്കെ നിങ്ങൾ
വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പം ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്തവർക്ക് കഴിക്കാം കേട്ടോ. ഞാൻ ചിക്കൻ ഇതേപോലെ ഒന്ന് മസാലയൊക്കെ ഇട്ട് അടുത്തത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. അപ്പോൾ അതും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മയോണൈസിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ആ മയോണൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതാ ആവശ്യത്തിനുള്ള നമ്മൾ എത്ര ഉണ്ടാക്കുന്നുണ്ടോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം, അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വീട്ടിലെല്ലാവരും ഇതൊക്കെ കുക്ക് ചെയ്യണവരൊക്കെ ആകുമ്പം എത്ര വേണം, എങ്ങനെ വേണം, എത്ര എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഇതാ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുബൂസിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മയണൈസും ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ഫ്ലേക്സും കൂടിയുള്ള മിക്സ് ആദ്യം ഒന്ന് തേച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ലെറ്റസിൻ്റെ ലീഫ് വെച്ചു, ക്യാരറ്റ് വെച്ചു, കുക്കുംബർ വെച്ചു, ക്യാബേജ് വെച്ചു, പിന്നെ ചിക്കൻ്റെ ആ ഒരു സ്ട്രിപ്പും കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിന് മേലെ നമുക്ക് വീണ്ടും കുറച്ച് മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ മയോണൈസും കൂടിയിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ഒന്നും കൂടിയിട്ട് ഇതിൻ്റെ മേലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. കണ്ടോ, റെഡി ടു ഈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്കിതിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ടേസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഫീഡ്ബാക്ക് പറയുകയല്ല കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി മറ്റൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ.